ചെറുപ്പക്കാരാ, നിന്റെ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ക്രെഡിറ്റ് കാർഡല്ല, ഡെബിറ്റ് കാർഡുമല്ലോ. പെങ്ങള്, നിന്റെ മൊബൈലിൽ നീ ഫീഡ് ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ അല്ല, ജിപേ അല്ല, പി പേ അല്ല. ഒരുങ്ങിക്കോ, പോകാനൊരുങ്ങിക്കോ. വാഹനം വന്ന് റെഡിയാണ്. അതേ വാലിന് പോകാനല്ല, വാല് കേൾക്കാൻ പോകാനല്ല. ഞാൻ പറഞ്ഞ വാഹനം ഏതാണ്? അത് മയ്യത്ത് കട്ടിലാണ്. ആ മയ്യത്ത് കട്ടിലിൽ കയറാൻ ഒരുങ്ങിക്കോ. അതിന് പ്രായമാകണമെന്നില്ല, രോഗമാകണമെന്നില്ല, കിടന്ന കിടത്തത്തിലാകണമെന്നില്ല. രോഗമില്ലാത്തവരെത്ര പേരാണ് വിട പറഞ്ഞു പോയത്. ഏത് സമയത്തും പോകാൻ ഒന്ന് ഒരുങ്ങി നിൽക്കണേ. അന്ന് ഈ ലോകത്തോട് വിട പറയുമ്പോ എന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം, എന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ദിവസമായിരിക്കണോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ദിവസം യൗമ അൽഖാകല്ലാഹ്, യൗമ അൽഖല്ലാഹ്. ഞാൻ എന്റെ റബ്ബിനെ അതേ കാണുന്ന ദിവസം, ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം. ആ ദിവസമായിരിക്കണോ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഖൈറായ ദിവസം. അങ്ങനെ ഒരു നാളിന് വേണ്ടി ഒരുങ്ങിക്കോ കാരണവന്മാര്, ഒരുങ്ങിക്കോ യുവാക്കള്, ഒരുങ്ങിക്കോ ഉമ്മമാര്, ഒരുങ്ങിക്കോ യുവതികള്. വെറും കയ്യില് പോയാ പോരാ, കാല് കയ്യില് പോയാ പോരോ. എയർപോർട്ടിൽ ലോഞ്ചുണ്ടല്ലോ, ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പോയവരില്ലേ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോയവരില്ലേ. അതേ ബാംഗ്ലൂരിൽ നിന്ന് ലണ്ടനിലേക്ക് പോവാണ്. ദുബായ് വരെ 3.5 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്രയാണ്. ആ ദുബായിൽ ഒരു 4 മണിക്കൂർ ലേ ഓവർ ആണ്. അവിടെ നിന്ന് ലണ്ടനിലേക്ക് പോവാണ്, യുണൈറ്റഡ് കിങ്ഡമിലേക്ക് പോവാണ്. ഒരു 8.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയാണ്. 4.5 മണിക്കൂർ അതാ ദുബായ് എയർപോർട്ടിൽ ലേ ഓവറാണ്. എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോഴാണ് കയ്യിലതാ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, കയ്യിലതാ ഡെബിറ്റ് കാർഡ് ഉണ്ടല്ലോ. അവിടെ ഇന്റർനാഷണൽ ലോഞ്ചിങ് ഉണ്ടല്ലോ. ആ ലോഞ്ചിൽ പോയി വിശ്രമിക്കുകയാണ്. അവിടെ നിന്ന് കുളിക്കുകയാണ്, ബ്രഷ് ചെയ്യാണ്. വെറും 2 രൂപയിലെ കാർഡിൽ നിന്ന് കട്ടാവുകയുള്ളൂ. ഇന്ത്യൻ മണി 2 രൂപീസ് മാത്രമേ കട്ടാവുകയുള്ളൂ. എന്നിട്ടതാ ലോഞ്ചിൽ എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കുകയാണല്ലോ. ഇതൊക്കെ ഞങ്ങൾ എയർപോർട്ടിൽ കിട്ടുന്ന സൗകര്യമാണ്. ഇന്റർനാഷണലും ഉണ്ടല്ലോ, ഡൊമസ്റ്റിക് എയർപോർട്ടിലും ഉണ്ടല്ലോ. എന്നാൽ പോയി കിടക്കുന്ന ഖബറോ അത് ഒരു ലേ ഓവറുള്ള സ്ഥലമാണ്. ആഖിറത്തേക്ക് പോകുന്നതിന്റെ ഇടക്ക് ഒരു വെയിറ്റിംഗ് ഏരിയയാണത്. അതൊരു ലേ ഓവറുള്ള സ്ഥലമാണ്. എന്നാൽ ലണ്ടനിലേക്ക് പോകുമ്പോ ദുബായിലെ 4 മണിക്കൂർ ലേ ഓവർ ഉള്ളത് പോലെയല്ല. അതേ ഖബറിലെ ലേ ഓവർ എത്ര മണിക്കൂറുകളാണെന്ന് അറിയുന്നില്ല, എത്ര ദിവസങ്ങളാണെന്ന് അറിയുന്നില്ല, എത്ര ആഴ്ചകളാണെന്ന് അറിയുന്നില്ല, എത്ര മാസങ്ങളാണെന്ന് അറിയുന്നില്ല, എത്ര കൊല്ലങ്ങളാണെന്ന് അറിയുന്നില്ല. പടച്ച റബ്ബ് നിശ്ചയിച്ച കാലം വരെ, റബ്ബ് തീരുമാനിച്ച കാലം വരെ ആ ഖബറിലൊന്ന് കിടന്നു കൊടുക്കേണ്ടി വരുമല്ലോ. ആ ഖബറിലേക്ക് പോയാൽ അവിടെ ഒരു ക്രെഡിറ്റ് കാർഡും ഇവിടുന്ന് കൊണ്ടുപോകുന്ന ക്രെഡിറ്റ് കാർഡ് ഉപകരിക്കുന്നില്ല. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഡെബിറ്റ് കാർഡ് ഉപകരിക്കുന്നില്ല.
ഖബറിൽ കിടക്കുമ്പോൾ അവിടെയുള്ള ലേഓവറിൽ വർഷങ്ങളോളം കിടക്കാനുള്ള വെയിറ്റ് ചെയ്യാനുള്ള ലേഓവറിൽ അവിടെ ഉപകരിക്കുന്ന കാർഡേതാണ്? ചെറുപ്പക്കാരാ, നിന്റെ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ക്രെഡിറ്റ് കാർഡല്ല, ഡെബിറ്റ് കാർഡുമല്ലോ. പെങ്ങള്, നിന്റെ മൊബൈലിൽ നീ ഫീഡ് ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ അല്ല, ജിപേ അല്ല, പേ അല്ല, ഖബറിൽ ഉപകരിക്കേണ്ടുന്ന കാർഡ് വൽബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ. ഇവിടുന്ന് ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളാണ്, ഇവിടുന്ന് നിസ്കരിച്ച നിസ്കാരങ്ങളാണ്, ഇവിടുന്ന് ഓതിയ ഖുർആനോ, ഇവിടുന്ന് ചൊല്ലിയ ദിക്റുകളോ, ഇവിടുന്ന് ചൊല്ലിയ തസ്ബീഹുകളോ, ഇവിടുന്ന് ചൊല്ലിയ സ്വലാത്തുകളോ. കണക്ക് പറയാനുണ്ടോ ഉമ്മമാര്? കണക്ക് പറയാനുണ്ടോ കാരണവന്മാര്? കണക്ക് പറയാനുണ്ടോ എന്റെ ചേട്ടാനുജന്മാരായ യുവാക്കള്? ആ സമ്പാദ്യം സമ്പാദിച്ചിട്ട് വേണോ ഇവിടുന്ന് ഖബറിൽ പോയി കിടക്കുമ്പോൾ ആ ഒരു തീരുമാനത്തോടെ പോകണോ? മഹാന്മാര് മരിച്ചതുപോലെ മരിക്കണോ?